അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ്. അതെന്താണെന്നുള്ളത് വീഡിയോയിൽ പറയാം. ഇപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരു ബുക്കിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ബുക്കിലുള്ള കാര്യങ്ങൾ കുറച്ച് നേരം വായിച്ചു നോക്കും. ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്ന ജേർണലിംഗ് നോക്കാം. അസ്മാഉൽ ഹുസ്നയിലെ 55-ാമത്തെ ഇസ്മാണ് അൽ മത്തീനു, പ്രബലനായവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഇത് ചൊല്ലുന്നവർക്ക് ശക്തി ലഭിക്കും. നമ്മൾ നേരത്തെ നോക്കിയില്ലേ യാ കവിയു എന്ന ഇസ്മ്, ആ ഇസ്മിൻ്റെ കൂടെ ഈ ഇസ്മും കൂടി ചേർത്തിട്ട് വേണം ചൊല്ലാൻ. ഇനി തെറ്റിലേക്ക് പോകുന്ന യുവാക്കൾക്ക് ഇത് 10 തവണ ചൊല്ലി മന്ത്രിച്ചാൽ അവർക്ക് നല്ല അവസ്ഥ വരുന്നതാണ്. പിന്നെ ആരോഗ്യം വർദ്ധിക്കാനും നല്ല ഭക്ഷണം ലഭിക്കാനും ഈ ഇസ്മ് പതിവായി ചൊല്ലിയാൽ മതി. ഇനി 56-ാമത്തെ ഇസ്മാണ് അൽ വലിയു, രക്ഷാധികാരിയായവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഇത് പതിവായി ചൊല്ലുന്നവർക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. പിന്നെ വെള്ളിയാഴ്ച രാവിലെ 1000 തവണ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ എന്ത് കാര്യമാണോ നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം എളുപ്പത്തിൽ നടന്നു കിട്ടും. 57-ാമത്തെ ഇസ്മാണ് അൽ ഹമീദു, സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഇത് പതിവാക്കുന്നവർക്ക് വാക്കിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും ഒക്കെ പ്രശംസനീയമായ മാറ്റങ്ങളുണ്ടാകും. അതായത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്വഭാവവും പ്രവൃത്തിയും ഒക്കെ ആയിത്തീരും. പിന്നെ ഇത് പതിവാക്കിയാൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ലഭിക്കും. 58-ാമത്തെ ഇസ്മാണ് അൽ മുഹസ്വി, എല്ലാം ക്ലിപ്തപ്പെടുത്തുന്നവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. ഈ ഇസ്മ പതിവായി ചൊല്ലുന്നവർക്ക് വിഷമങ്ങളിൽ നിന്ന് മോചനവും ഖബർ ശിക്ഷയിലും വിചാരണയിലും രക്ഷയും ലഭിക്കും. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 58 ഇസ്മ ജേർണലിംഗ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇനി അടുത്തതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇന്ന് മാഗിയാണ് ഉണ്ടാക്കിയത്. എനിക്കും എൻ്റെ മോൻക്കൊക്കെ മാഗി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൂടുതലും ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ അതത്ര ഹെൽത്തി ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ പുട്ട്, ദോശ, പത്തിരി അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കൂടുതലായിട്ടും ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ മോനെ പ്രൈമറി സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്പെഷ്യൽ ഡേ തന്നെയാണ്. കാരണം എനിക്കെന്നും അവന് ചെറിയൊരു കുട്ടിയാണ്. ഇപ്പോൾ സ്കൂളിൽ ചേർക്കുമ്പോഴാണ് അവൻ ഇത്രത്തോളം വലുതായല്ലോ, സ്കൂളിൽ ചേർക്കാനായല്ലോ എന്നൊക്കെ ഒരു മൈൻഡ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവനെ ചേർക്കുമ്പോൾ ഭയങ്കര വിഷമമൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കളിക്കുന്ന സമയമൊക്കെ കഴിയുകയാണല്ലോ. ഇനി അങ്ങോട്ട് ഫുള്ള് പഠിപ്പ് കഴിഞ്ഞാൽ പിന്നെ ജോലിയുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ഫുള്ള് ബിസി ആയിട്ടുള്ള കാലങ്ങളല്ലേ ഇനി വരുന്നത്. ഈ ഒരു നല്ല സമയം അങ്ങനെ കഴിഞ്ഞു പോവുകയാണല്ലോ. പിന്നെ എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയാണല്ലോ. ചില കുട്ടികളൊക്കെ 3.5 വയസ്സിലടക്കം ചേർക്കുന്നവരുണ്ട്. എൻ്റെ മോനിക്കിപ്പോൾ കറക്റ്റ് 4 വയസ്സാണ് ആയിട്ടുള്ളത്. ഈ മാസമായിരുന്നു അവൻ്റെ ബർത്ത്ഡേ. അവനോട് സ്കൂളിൽ പോണ കാര്യം പറയുമ്പോഴേ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ഇവിടെ വീടിൻ്റെ അടുത്ത് ഒരു നഴ്സറി ഉണ്ട്. അവിടെ 2 ദിവസം പോയിട്ട് 3-ാമത്തെ ദിവസം പോകുമ്പോഴേ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ആൾ തീരെ പോകാനൊന്നും കൂട്ടാക്കിയിട്ടില്ല. ഇപ്പോൾ നാളെ നഴ്സറി പോകണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ കരഞ്ഞുകൊണ്ടിരിക്കും, നാളെ നഴ്സറിയിൽ പോവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്കൂളിൽ ചേർക്കാമെന്ന് പറയുമ്പോൾ ആളിപ്പോൾ തന്നെ ഭയങ്കര കരച്ചിലാണ്. എന്തായാലും അങ്ങനെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. ഇതിവിടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. തെക്കുവ എന്നാണ് സ്കൂളിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടുണ്ട്. ഇന്നും ഒരു മഴയുള്ള ദിവസം തന്നെയാണ്. ഇവിടെ എൻ്റെ വീടിൻ്റെ ചുറ്റും ആകെ വെള്ളമാണ്. ഇതെൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഇതൊരു പറമ്പ് പോലെയാണ് കിടന്നിരുന്നത്. മഴ പെയ്തപ്പോൾ ഇപ്പോൾ ഒരു പുഴ പോലെയാണ് കാണുമ്പോൾ. കണ്ടില്ലേ, ഇവിടുന്ന് വെള്ളം നിറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീടിൻ്റെ സൈഡിലൊക്കെ ആകെ വെള്ളമാവും. ഇപ്പോൾ തന്നെ അത്യാവശ്യം വെള്ളമായിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനി ഇൻസ്റ്റൻ്റായിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ അച്ചാർ ഉണ്ടാക്കുന്ന റെസിപ്പി ഷെയർ ചെയ്തിരുന്നു. ഇത് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അന്നുണ്ടാക്കിയ അച്ചാർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറൊരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ പാകത്തിന് ഉപ്പും സുർക്കയും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽക്കൊരു 8 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണ് കേട്ടോ, കാശ്മീരി മുളക് പൊടിയൊന്നുമല്ല. നിങ്ങളെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതാവും ചേർക്കുമ്പോൾ കൂടുതൽ നല്ലത്. ഇനി ഇത് ഉലുവ, കടുക് ഇത് രണ്ടും
പൊടിച്ചതാണ് ഇട്ട. അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ ടീസ്പൂണായിട്ടല്ല ഇട്ട് കൊടുക്കുന്നത്, ഒരു പാകത്തിന് അങ്ങനെ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാനിതിലേക്ക് 1/2 കപ്പ് വിനീഗറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ ഈ അച്ചാർ പെട്ടെന്നൊക്കെ കഴിച്ച് തീർക്കുന്നതാണെങ്കിൽ അങ്ങനെ വിനീഗർ ചേർക്കണ്ട. അതല്ല ഒരു 2 മാസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കേടുവരാതിരിക്കാൻ വിനീഗർ ചേർക്കണം. ഇനി ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, കടുക് ഇത്രയും ഇൻഗ്രീഡിയൻസ് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇഞ്ചി, വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നമുക്കിതിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അച്ചാറാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്താലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അച്ചാറിനുണ്ടാവുക, ഒരു മധുരം ഒക്കെ ആയിട്ട്. ഇങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഇത് നമുക്കൊരു 2 മാസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, നമ്മൾ വിനീഗർ ചേർത്തിട്ടുള്ളത് കൊണ്ട്. എൻ്റെ വീട്ടിൽ പിന്നെ 2 മാസമൊന്നും നിൽക്കില്ല, അതിൻ്റെ മുന്നേ അച്ചാർ കഴിയും. എൻ്റെ അനിയനക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അവന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഇനിയിപ്പോൾ വേറെ കറി ഉണ്ടെങ്കിൽ പോലും അവനക്ക് അച്ചാർ വേണം. അതുപോലെ ഉച്ചക്കും രാത്രിയും ഒക്കെ അച്ചാർ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അച്ചാർ പെട്ടെന്ന് കഴിയും. ഇനി നിസ്കരിക്കാനൊക്കെ പോവാണ്. പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട് ളുഹാ നിസ്കാര ശേഷം ഏത് ദുആയാണ് ചൊല്ലാറുള്ളതെന്ന്. ളുഹാ നിസ്കാര ശേഷം ചൊല്ലേണ്ട ദുആ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാനെപ്പോഴും നമ്മളെ ഭാഷയിലാണ് ദുആ ചെയ്യാറുള്ളത്. അതായത് അള്ളാഹുവിനോട് നമ്മൾ നേരിട്ട് സംസാരിക്കുന്നൊരു സമയമാണല്ലോ ഈ ദുആ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് പറയണമെങ്കിൽ അത് നമ്മളെ ഭാഷയിൽ തന്നെ പറയണം. അതുകൊണ്ട് ഞാൻ മലയാളത്തിലാണ് ദുആ ചെയ്യാറുള്ളത്. നിങ്ങളതുപോലെ ചെയ്യണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് മലയാളത്തിൽ ദുആ ചെയ്യുമ്പോഴാണ്. ഓരോ നിസ്കാരത്തിനും ഓരോ ദുആയുണ്ട്. അത് നമ്മൾ അർത്ഥം അറിഞ്ഞിട്ട് ദുആ ചെയ്യലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ മഴയൊക്കെ തോർന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. എനിക്കിങ്ങനെ മഴ തോർന്നാൽ മുറ്റത്തിറങ്ങാനും പിന്നെ ചെടികളിലൊക്കെ ഉണ്ടാകുന്ന വെള്ളം ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ കുടഞ്ഞു കളയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അച്ചാറുണ്ടല്ലോ അതാണ് കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ടുള്ള അച്ചാറായതുകൊണ്ട് നമുക്ക് അപ്പോൾ തന്നെ കഴിക്കാൻ പറ്റും. എന്തായാലും നിങ്ങളിതുവരെ ഇങ്ങനൊരു അച്ചാർ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കിട്ടാ. ഒരു 2 മാങ്ങ കിട്ടിയാൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഒരുവിധം ആളുകൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ അറിയുന്നുണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ വീട്ടിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. എന്താണെന്നറിയില്ല, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സൊന്നും കമൻ്റ് ഇടുന്നതൊന്നും കാണുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണ്ടാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾക്ക് ഡെയിലി കമൻസ് ഇട്ടിരുന്ന സബ്സ്ക്രൈബേഴ്സൊന്നും അങ്ങനെ കമൻസൊന്നും ഇപ്പോൾ ഇടുന്നില്ല. വ്യൂസും വളരെ കുറവാണ്. നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാഞ്ഞിട്ടാണോ അതോ വീഡിയോ ഇഷ്ടപ്പെടാണ്ടാണോ എന്നുള്ളതൊന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണം. ഇനി അടുത്തത് എങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതും കമൻറ്റിലൊന്ന് അറിയിക്കണേ. ചെറിയൊരു ഇമോജി ആയാലും നിങ്ങളെ കമൻസ് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അത് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നുന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.